രാഹുൽ മാങ്കൂട്ടത്തിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരെ സംരക്ഷിക്കുന്ന നടപടിയിലേക്കാണ് ക്രൈംബ്രാഞ്ച് പോയിരിക്കുന്നത്. നവകേരള സദസ്സിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ ഈ കേസ് അവസാനിപ്പിക്കാനുള്ള റഫറൻസ് റിപ്പോർട്ടാണ് ഇപ്പോൾ കോടതിയിൽ നൽകിയിരിക്കുന്നത്. കഴിഞ്ഞാൽ ഇത്തരം പോഴന്മാർ എന്ന് പറയേണ്ടി വരും. പക്ഷേ ഒരു സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എന്ന നിലയിൽ അത്തരം ഭാഷ ഉപയോഗിക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ എങ്കിലും ഈ മാന്യന്മാരായിട്ടുള്ള ആളുകളാണ് കേരള പോലീസിലും ക്രൈംബ്രാഞ്ചിലും ഒക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ പിന്നെ നമ്മുടെ ഒരു ക്രമസമാധാന പാലനത്തെ പറ്റിയും കുറ്റകൃത്യങ്ങൾ തടയുന്നതിനെ പറ്റിയൊക്കെ നമുക്ക് എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടാകാൻ എളുപ്പമാണ്. ഇതുപോലുള്ള ആളുകൾ കേരള പോലീസിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ഈ കേരളത്തിൽ ക്രിമിനലുകളും സ്വർണ്ണക്കടത്തുകാരും ഒക്കെ ഇങ്ങനെ അഴിഞ്ഞാട്ടം നടത്തുന്നത്. ഈ ദൃശ്യമാധ്യമങ്ങളിലൂടെ ഇപ്പൊ റിപ്പോർട്ടർ അടക്കമുള്ള നിങ്ങളടക്കമുള്ള നിങ്ങളുടെയൊക്കെ ഡിജിറ്റൽ ആർക്കൈവ്സിൽ ലൈബ്രറിയിലും വളരെ കൃത്യമായിട്ടുള്ള വീഡിയോസ് ആണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരായ ഗുണ്ടകൾ ഇറങ്ങി നിന്നിട്ട് യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകരെ മർദ്ദിക്കുന്നത്. അതും എല്ലാ തരത്തിലുമുള്ള നിയമലംഘനങ്ങൾ. അതായത് ഒരു പ്രേക്ഷകരെ കാണിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. തുടരാം. അതെ, ഒരു VIP-യുടെ എസ്കോർട്ട് ഉദ്യോഗസ്ഥൻ ആ VIP ആരാണോ ആ VIP-യിൽ നിന്ന് അകലം പാലിക്കാൻ പാടില്ല, അവരിൽ നിന്ന് മാറി നിൽക്കാൻ പാടില്ല എന്ന ചട്ടം ലംഘിക്കപ്പെട്ട് ഇവർ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങുന്നുണ്ട്. ഒന്ന്. രണ്ട്, ഇനി പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരുപയോഗിക്കുന്ന ലാത്തി പോലും ആ ലാത്തിക്ക് നിശ്ചിതമായ അളവുണ്ട് എന്ന് പറഞ്ഞിട്ട് RSSകാർ ഉപയോഗിക്കുന്ന കുറുവടിയുടെ വലിപ്പമുള്ള കമ്പാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ട്. മൂന്ന്, ഒരു കാരണവശാലും മോബിനെ പിരിച്ചുവിടാൻ വേണ്ടിയിട്ട് തലയിലടിക്കാൻ പാടില്ല എന്ന് കൃത്യമായ നിർദ്ദേശമുണ്ടായിട്ട് ഇവർ കൃത്യമായിട്ട് തലയിലാണ് അടിക്കുന്നത്. നാല്, അറസ്റ്റ് രേഖപ്പെടുത്തിയ ഒരു വ്യക്തിയെ, പ്രത്യേകിച്ച് പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് അല്ലാതെ ആയിക്കോട്ടെ, ഒരു ക്രിമിനൽ ആണെങ്കിൽ പോലും അറസ്റ്റ് രേഖപ്പെടുത്തിയ ഒരു വ്യക്തിയെ കായികമായി ഒരു തരത്തിൽ ഉപദ്രവിക്കാൻ പാടില്ല എന്ന നിർദ്ദേശമുണ്ട്. അപ്പൊ ഈ സഹപ്രവർത്തകർ, യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തതിനു ശേഷമാണ് ഇവന്മാർ ഈ തെമ്മാടിത്തരം കൃത്യമായി കാണിച്ചിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ കേരള പോലീസും ക്രൈംബ്രാഞ്ചും ഒക്കെ കാണുന്നില്ലെങ്കിൽ അവരെ കാണിക്കേണ്ടുന്ന മാർഗം എന്താണെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പൊ പിന്നെ അതിനകത്ത് ബുദ്ധിമുട്ടുകൾ കേരള പോലീസ് പറയാതിരുന്നാൽ മാത്രം മതി. എന്തായാലും ഇതിപ്പം അവർ കാണണം, അവർ കണ്ണു തുറന്ന് തന്നെ കാണണം എന്നുള്ളത് ഞങ്ങളുടെ ആവശ്യമായതുകൊണ്ട് അത് ഞങ്ങൾ കാണിക്കാനുള്ള പരിപാടി ഞങ്ങൾ ചെയ്തോളാം. ഓക്കെ, വ്യക്തമാണ്. രാഹുൽ മാങ്കൂട്ടത്തിലാണ് പ്രതികരിച്ചത്.